പലപ്പോഴും കാലത്തെ മറികടക്കലാണ് ഓർമ്മകളുടെ എഴുത്ത്. അത്തരത്തിലൊന്നാണ് ദീപാനിശാന്തിൻ്റെ നനഞ്ഞു തീർത്ത മഴകൾ. മുട്ടറ്റമേയല്ല ഭൂതകാല കുളിർ പറയുന്നത്. കേരളവർമ്മയുടെ മണം. ടീച്ചർക്ക് കേരളവർമ്മയുടെ മണമറിയാമോ? ഒരു രാത്രികാല ഫോൺ വിളിക്കിടയിൽ രാജി പെട്ടെന്നങ്ങനെ ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടാതെ ഞാൻ പതറി. കേരളവർമ്മയ്ക്ക് മണമോ? കേരളവർമ്മയിലെ കാറ്റോർമ്മയുണ്ട്, മുഷിഞ്ഞ ചുമരുകൾ ഓർമ്മയുണ്ട്, അതിലെഴുതിയിട്ടുള്ള വിശ്വസാഹിത്യം ഓർമ്മയുണ്ട്. മണം? കേരളവർമ്മയ്ക്ക് മണമുണ്ടോ? 7 കൊല്ലം പഠിച്ചിട്ടും 4-5 കൊല്ലമായി പഠിപ്പിച്ചിട്ടും കേരളവർമ്മ മണം ഓർത്തെടുക്കാൻ സാധിക്കാത്തതിൽ എനിക്ക് നിരാശ തോന്നി. ഇല്ല രാജി, ഞാൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്കറിയാം ടീച്ചറെ, ഞങ്ങൾക്ക് മാത്രമേ അതറിയൂ, രാജി അഭിമാനത്തോടെ പറഞ്ഞു. ഫോണിൽ രാജിയുടെ ചിരി മുഴങ്ങി. മനോഹരമായ ആ ശബ്ദം അല്പനേരം കൂടി നീണ്ടു. ആര്യക്കുട്ടി വാശി പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വെച്ചോ ടീച്ചറെ, കുറേ നേരമായില്ലേ, ദേ മോള് കരയണു. പിന്നെ വിളിക്കാം രാജി, വല്ലപ്പോഴും മതി ടീച്ചറെ. അപ്പോൾ ഇതുപോലെ കുറേ വിശേഷങ്ങൾ പറയാലോ. രാജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനും ആ ചിരിയിൽ പങ്കുചേർന്നു. നല്ല സന്തോഷം തോന്നാ ടീച്ചറെ, എനിക്കും. ഫോൺ വെച്ച് കിടന്നപ്പോഴും രാജിയുടെ ചിരി ഉള്ളിൽ അലയടിച്ചു. എത്ര ആത്മവിശ്വാസത്തോടെയാണ് രാജി ചിരിക്കുന്നത്. രാജിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ആദ്യം തെളിയുന്നത് 42-ാം നമ്പർ ക്ലാസ് മുറിയാണ്. സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്. മുൻബെഞ്ചിലിരിക്കുന്ന വെളുത്തു മെലിഞ്ഞ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ കൗതുക കണ്ണുകൾ എൻ്റെ മുഖത്ത് തറച്ചു നിൽക്കുമായിരുന്നു. പലപ്പോഴും രാജിയെ നോക്കിയാണ് ഞാൻ ക്ലാസ് എടുത്തിരുന്നത്. ആ വെള്ളാരം കണ്ണുകൾക്ക് കാഴ്ചയില്ലെന്ന് തിരിച്ചറിഞ്ഞത് പിന്നീടാണ്. അത്രമേൽ അനായാസമായി രാജി കേരളവർമ്മയിലൂടെ നടക്കുമായിരുന്നു.